ഗുഡ് പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനെ പോലെ ഒരു ദൈവം ഇല്ല, അല്ലെ? നമ്മൾക്ക് വേണ്ടി പാപമായി തീർന്ന ദൈവം നമ്മളുടെ ഇടയിലേക്ക്, മനുഷ്യവർഗത്തിന്റെ ഇടയിലേക്ക് മനുഷ്യനെ പോലെ വന്നിട്ട് ഒരു ബോൺ സെർവൻ്റ് ആയിട്ട് മനുഷ്യരുടെ ഇടയിൽ വസിച്ച വേറൊരു ദൈവവുമില്ല. ഇവിടെ നമുക്കറിയാം, നമ്മളുടെ ദൈവം നമ്മളെ പോലെ, അല്ലെ, ഈ ലോകത്തിൽ വന്ന് നമ്മൾക്കായിട്ട് മരിച്ച്, അല്ലെ, നമ്മൾക്കായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലംഭാഗത്ത് ഇരുന്നുകൊണ്ട്, അല്ലെ, നമ്മളെയും അവനെ പോലെ ആക്കി തീർക്കണം എന്നൊരു തീരുമാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ദൈവം. അങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പേര് യേശു ക്രിസ്തു എന്ന് മാത്രമാണ്, അല്ലെ? അപ്പോൾ ആ ദൈവത്തിന് ഇഷ്ടമാണ് നമ്മൾ ദൈവത്തെ വാഴ്ത്തുന്നത്, നമ്മൾ പ്രേസ് ചെയ്യുന്നത്, നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്, അല്ലെ? മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: പിതാവിനെ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവിലും സത്യത്തിലും വർഷിപ്പ് ചെയ്യണം, അല്ലെ? അപ്പൊ എന്താണ് യേശു അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആത്മാവിലും സത്യത്തിലും വർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത്? അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഓ ലോർഡ് ജീസസ് മസ്റ്റ് അങ്ങയുടെ പ്രേസ് കർത്താവ് എപ്പോഴും ഞങ്ങളുടെ വായിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ ഹൃദയം അങ്ങയോടുള്ള പ്രേസ് കൊണ്ട് ഓവർഫ്ലോ ചെയ്യട്ടെ. കർത്താവ് ലോർഡ്, ഞങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത് അതാണ് ഞങ്ങളുടെ വായി സംസാരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കർത്താവ്, ഇന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കർത്താവ് അങ്ങയോട്, ഞങ്ങളുടെ ഹൃദയം മൊത്തം അങ്ങയുടെ പ്രേസ് കൊണ്ട് നിറയട്ടെ. നന്ദിയുള്ള ഹൃദയമായിരിക്കട്ടെ ഞങ്ങൾക്ക്. ഹോൾസ്പിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോൾസ്പിറ്റ് ഗോഡ് ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം. ഇന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരെ ഹൃദയത്തോട് ഇടപെടണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് ലോർഡ്. അങ്ങയുടെ വാക്ക് കർത്താവ്, അങ്ങയുടെ വചനം കർത്താവ് ഡബിൾ എഡ്ജ് സോഡാണല്ലോ കർത്താവ് ലോർഡ്. ഞങ്ങളുടെ ഹൃദയത്തെയും ചിന്താഗതികളെയും അല്ല ഒന്ന് മുറിച്ചുകൊണ്ട് കർത്താവ് ലോർഡ് പാത്തുകൾ ഇതൊന്ന് പരിശോധിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും കളയാനുണ്ടെങ്കിൽ കളഞ്ഞുകൊണ്ട് കർത്താവ് ശുദ്ധമാക്കണം എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ ക്ലെൻസ് ചെയ്യുന്നില്ല. യേശുവിന്റെ നാമേ പിതാവ് അങ്ങേക്കായിട്ടും പുത്രന്റെ സ്നേഹത്തിനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറഞ്ഞു. യേശുവിൻ നാമം ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 4-ാമത്തെ ചാപ്റ്ററിന്റെ 21 തൊട്ട് 24 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. അപ്പൊ 4-ാമത്തെ ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ശമര്യക്കാരിയായിട്ടുള്ള സ്ത്രീ, അല്ലെ, യേശു അവരെ ആ കിണറിന്റെ കരയിൽ വെച്ച് പരിചയപ്പെടുന്നു. ഉള്ളിന്റെ ഉള്ളില് സത്യമുണ്ടായിരുന്ന സ്ത്രീയാണ് അവരൊരുപാട് തെറ്റ് ചെയ്തു ജീവിതത്തിൽ, അത് വാസ്തവം, അല്ലെ? ഒരുപാട് പേരെ കല്യാണം കഴിച്ചു. അന്ന് ഇപ്പൊ കൂടെ താമസിക്കുന്ന ആള് കല്യാണം കഴിച്ച ഭർത്താവൊന്നുമല്ല. സമൂഹത്തിൽ വളരെയധികം മോശപ്പെട്ട രീതിയിലൊരു പേരുള്ള സ്ത്രീ. പക്ഷേ അത് ഈ ലോകത്തിന്റെ കാര്യം. പക്ഷെ അവരുടെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഉള്ളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മയുള്ള സ്ത്രീ, ട്രൂത്ത് ഉള്ള, സത്യമുള്ള ഒരു സ്ത്രീ, അല്ലെ? യേശുവിന് വളരെ ഈസി ആയിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു. യേശു ഒരു പ്രോഫറ്റ് ആണെന്ന്, അല്ലെ? യേശു പ്രോഫറ്റ് തന്നെയല്ല, പക്ഷെ ഈ സ്ത്രീ പെട്ടെന്ന് യേശുവിന്റെ സംസാരം മനസ്സിലാക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അങ്ങൊരു പ്രോഫറ്റാണ്, പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു എന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് പ്രവാചകനെങ്കിലും ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ആ സ്ത്രീന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള വാസ്തവം. പക്ഷെ അപ്പൊന്നൊന്നും വിചാരിച്ചു നോക്കി, ജെറുസലേമിൽ അത്രയും വലിയ എന്താ പറയാ പണ്ഡിതന്മാരുണ്ടായിരുന്ന, ഫാരിസിസം, സാദുസേം, പരീശന്മാരും സദൂക്യരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവരോട് യേശുവിനൊന്ന് വചനം പറയാൻ വേണ്ടി, അല്ലെ, യേശുവിന് എന്താ പറയുക, പണി കൊടുക്കാൻ വേണ്ടി നടന്ന ആൾക്കാർ. അവര് മോസസിന്റെ ശിഷ്യന്മാരാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല. തന്റെ മോശപ്പെട്ട രീതിയിലുള്ള ജീവിതത്തിന്റെ ഇടയിൽ പോലും അവരുടെ ഉള്ളില് ദൈവം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം, ദൈവത്തെ പറ്റി അറിയാനുള്ള ഒരു ആഗ്രഹവും, ദൈവം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസവും, അല്ലെ, ഒക്കെ ഉണ്ട്. മെസ്സയ വരുന്നു എന്നുള്ളൊരു വിശ്വാസവും, അത് മെസ്സയ ആണ് താനെന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും എല്ലാം ഉണ്ടായിരുന്ന, ഉള്ളിൽ നന്മയുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു അവര്. അപ്പൊ അവരോട് ഇങ്ങനെയാണ് യേശുക്രിസ്തു പറഞ്ഞത്. 21 തൊട്ട് 24 വരെയുള്ള വാക്കുകളാണ് ഞാൻ വായിക്കുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല, യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിന് ആത്മാവിൻ സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു.
ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവ് ആകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ ഇവിടുത്തെ വാക്യം നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്കറിയാം, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നിരിക്കുന്ന ആൾക്കാർക്കറിയാം, നമസ്കാരം എന്നൊക്കെ പറയാ പണ്ട് എന്താ പറയാ അമ്പലങ്ങളിലൊക്കെ, പണ്ടല്ല എപ്പോഴും അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു നമസ്കാരത്തെ പറ്റിയല്ല ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വർഷിപ്പ് ചെയ്യുക എന്നുള്ള വേർഡാണ് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക, എന്താ പറയുന്നത്, ഈ സ്ത്രീ ചോദിക്കുന്നു, മലയിലല്ല ജെറുസലേമിലാണ് നമസ്കരിക്കേണ്ടത് പറയുന്നു, അല്ലെ? അങ്ങനെ ഈ സ്ത്രീ പറയുമ്പോൾ യേശു പറയുക, ജെറുസലേമിലും അല്ല ഇവിടെയല്ല നമസ്കരിക്കുന്നത്, അങ്ങനെ ഒരു നാഴിക വരുന്നു. ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് ദൈവം ഇച്ഛിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് മലയാളം. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പിതാവ് ഇച്ഛിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മള് കിങ് ജെയിംസ് വേർഷനിലേക്ക്, ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ, ന്യൂ കിങ് ജെയിംസ് വേർഷൻ, അവിടേക്ക് പോകുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്തെന്ന് വെച്ചാൽ ഇച്ഛിക്കുന്നു എന്ന്. ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നല്ല പറയുന്നത്. ആഗ്രഹിക്കുക എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, സീക്ക് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് ഫോർ എന്ന് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അന്വേഷിക്കുന്നു എന്നൊരു വാക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തികളെ ദൈവം അന്വേഷിക്കുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാര് വളരെ കുറവാന്ന് ചുരുക്കം, അല്ലെ? അപ്പൊ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞിരിക്കുക. സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യത്തെ, ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു കാര്യത്തെ അന്വേഷിക്കേണ്ട കാര്യം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അല്ലെ? അപ്പം ഇവിടെ ഒരു കാര്യം എനിക്ക് ഇപ്പൊ അന്വേഷിക്കുക എന്നൊരു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മലയാളത്തിൽ ഇച്ഛിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെ, ഇച്ഛിക്കുക എന്ന് അങ്ങനത്തെ ഒരു വാക്കാണെന്ന് തന്നെയാണ് വിചാരിച്ചു. മലയാളത്തിലെ വാക്കെന്ന് എടുത്തു അത് എന്ന് തന്നെ പറയാം. ഇച്ഛിക്കുന്നു എന്ന് പറയുമ്പോ, ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനത്തെ പറ്റി നമ്മൾ ആഗ്രഹിക്കത്തില്ലല്ലോ, അല്ലെ? ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാൻ, നമുക്ക് ഇഷ്ടംപോലെ, നമുക്കിപ്പോ വീട്ടിൽ എല്ലാ ദിവസവും നമുക്ക് കഞ്ഞി ഉണ്ടാക്കും, ചോറുണ്ടാക്കും. ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എപ്പോഴാണ് നമ്മൾ പറയുന്നത്, അല്ല? നമ്മൾ ഇപ്പൊ കേരളത്തിന് വെളിയിലൊക്കെ പോയി കഴിയുമ്പോൾ കുറേ ദിവസങ്ങള് നമ്മള് പുറത്തെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരാഗ്രഹം വരുക, നമുക്ക് ചോറ് തിന്നണം എന്നുള്ളൊരു ആഗ്രഹം വരുക ചെയ്യുന്നത്. അപ്പൊ കാരണം വെച്ചാൽ ആ സമയത്ത് നമുക്ക് ചോറ് കിട്ടാനില്ല, അപ്പൊ അത് നമുക്ക് വേണം എന്ന് നമുക്കൊരു ആഗ്രഹം, നമുക്കൊരു ഇച്ഛ വരുക ചെയ്യുന്നത്, അല്ലെ? പക്ഷെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും, രാവിലെ പുട്ട്, ഉച്ചയ്ക്ക് ചോറ്, അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെ അടുത്ത കഞ്ഞിന്ന് കുടിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് ചോറ് തിന്നണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. ആ സമയത്ത് നമുക്ക് വേറെ വല്ല ബിരിയാണി തിന്നണമെന്നായിരിക്കും ആഗ്രഹം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കാര്യത്തെ പറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇച്ഛിക്കുന്ന ഇല്ലാത്ത കാര്യത്തെ പറ്റിയാണ്. പിതാവ് ഇവിടെ ഇച്ഛിക്കുന്നു, എന്താ പറയുക, തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആൾക്കാർ വേണം എന്ന് ഇച്ഛിക്കുന്നു. എന്ന് പറയുമ്പം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് എന്ന് ചുരുക്കം. ഇംഗ്ലീഷ് ബൈബിളിന്റെ കാര്യം പറയുവാണെങ്കിൽ, KJV-യിലൊക്കെ കാര്യം പറയുവാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നല്ല പറഞ്ഞ സീക്ക് ചെയ്യുന്നു, അന്വേഷിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെയും അർത്ഥം ഇത് തന്നെയാണ്, അധികം ആൾക്കാരില്ല എന്ന് ചുരുക്കം. അപ്പൊ ഇങ്ങനെ പറയുമ്പം ഇപ്പൊ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പറയുമ്പോൾ മിക്കവാറും നമ്മളത് ആദ്യമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആത്മാവിൽ ആരാധിക്കുക എന്നുള്ള പൊതുവെ നമ്മൾ പറയുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? അന്യഭാഷയിൽ സംസാരിക്കുക, നമ്മൾ ആത്മാവിൽ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് പൊതുവായിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരെ ആണോ ദൈവം ഇച്ഛിക്കുന്നത്? അപ്പൊ ഇവിടെ യേശുക്രിസ്തു പറയുന്ന സമയത്ത് ആൾക്കാർക്ക് ഇവർക്ക് അന്യഭാഷ കൊടുത്തിട്ടില്ലാത്ത ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ അന്യഭാഷ കൊടുത്തു. അപ്പൊ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം എന്താ പറയുക, ജെറുസലേമിൽ ഈ 120 പേരിരുന്ന് അവിടേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് വരുന്ന സമയത്താണ് അന്യഭാഷ കൊടുക്കുന്നത്. അപ്പൊ ആ സമയം വരെ, അതുവരെ ദൈവം തന്നെയല്ലേ കൊടുക്കും, ദൈവം തന്നെയല്ലേ വിടുന്നത് ഈ ലോകത്തിലേക്ക്, ഹോളി സ്പിരിറ്റ് ഗോഡിനെ വിടുന്നത്. അപ്പൊ അതുവരെ ദൈവം എന്തിനാണ് ഇച്ഛിക്കുന്നത്? അതിനു വേണ്ടി, അല്ലെ? അപ്പൊ അന്യഭാഷയിൽ അന്ന് ആൾക്കാര് അത് കേൾക്കുന്നതിന് വേണ്ടി ദൈവം ഇങ്ങനെ ഇച്ഛിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോ ഓൾറെഡി ഹോളി സ്പിരിറ്റ് ഗോഡിനെ വിട്ടിട്ടില്ല. പിന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ വിടാതെ ആ അന്യഭാഷ വരം കൊടുക്കാതിരിക്കുമ്പോൾ ദൈവം ഇച്ഛിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ദൈവം അങ്ങനെ ഇച്ഛിച്ചിരിക്കുന്ന ഒരാളാണ്, ഒരു വ്യക്തിയാണ്,
അല്ലെ? ഒരു മനുഷ്യനല്ലല്ലോ അങ്ങനെ ഇരുന്ന് വെറുതെ ഇച്ഛിക്കാൻ വേണ്ടി ചെയ്യാത്ത കാര്യം അല്ലെ? ദൈവം ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റി പിന്നെ ദൈവം ഇച്ഛിച്ചുകൊണ്ടിരിക്കുവോ എന്ന് ഇവർ സംസാരിക്കാൻ പോകുന്നു, എന്ന് അന്യഭാഷയിൽ ഇവർ സംസാരിക്കാൻ പോകുന്നു, അല്ലെ ഞാൻ അതിനു വേണ്ടി ഇച്ഛിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ ദൈവം, അല്ലെ? എന്ന് വെച്ചാൽ മനുഷ്യനല്ലല്ലോ ദൈവം, അല്ലെ? മനുഷ്യരുടെ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലല്ലോ ദൈവത്തിന് ഉള്ളത്. ദൈവത്തിന് സ്നേഹമുണ്ട്, അല്ലെ? ദൈവത്തിൽ നിന്നുള്ള എല്ലാ ഫീലിങ്സും വരുന്നത്, അത് വാസ്തവം. പക്ഷെ ആ ദൈവത്തിന്റെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും ഇതുപോലെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു ചിന്തകളല്ലല്ലോ ദൈവം. ദൈവത്തിൻ്റെതായിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ വേറെയല്ല. ദൈവത്തിന്റെ വഴി നമ്മളെ വഴിയേക്കാളും എത്രയോ ഉയരത്തിലുള്ളതാണ്, അല്ലെ? ദൈവത്തിന്റെ എന്താ പറയുക, ദൈവത്തിന്റെ ചിന്താഗതികൾ നമ്മളുടെ ചിന്താഗതികൾ പോലെ ഒത്തിരി ഉയരത്തിലുള്ള ചിന്താഗതികളല്ലേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇച്ഛിക്കുന്ന പറയുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ പറ്റി അല്ലല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ അന്യഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷ മാത്രമാണ്, അല്ലെ? ഒരു ഭാഷ മാത്രമാണ് ദൈവം തന്നിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഭാഷ മാത്രമാണ്, അല്ലെ? അപ്പൊ അത് അന്യഭാഷ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ ആരാധിക്കുക എന്നല്ലല്ലോ എന്റെ അർത്ഥം വരുന്നത്. പക്ഷെ പൊതുവെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സത്യത്തിലും ആത്മാവിലും എന്ന് പറഞ്ഞ ആത്മാവിന്റെ പ്രത്യേകത ഒന്ന് എടുത്ത് നോക്കുക. നമ്മളുടെ ആത്മാവെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് നമുക്കറിയാം ഏതൊരു വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ആത്മാവായിട്ടാണ്, അല്ലെ? നമ്മൾ ആത്മാക്കളാണ്. പിന്നെ നമുക്ക് പ്രാണനുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഒരു ശരീരത്തിലാണ് ജീവിക്കുന്നത്. അതാണല്ലോ വാസ്തു ഓരോ വ്യക്തികളെ പറ്റി പറയുവാണെങ്കിൽ. അപ്പൊ അവരുടെ ആത്മാവ് സ്പിരിറ്റ് എന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പൊ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു എന്ന് 24ാമത്തെ ഒരു വാക്കും കൂടെ ഞാൻ പറയട്ടെ. 24ാമത്തെ വാക്ക് ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നിടത്ത് ആ ആത്മാ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ആത്മാവിനെ പറ്റിയല്ല പറയുന്നത്, ഹോളി സ്പിരിറ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ആത്മാവുന്നു, ദൈവം ഹോളി സ്പിരിറ്റിന്റെ ക്യാപിറ്റൽ എസ് സ്പിരിറ്റ് എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമ്മൾ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കണം എന്ന് പറയുമ്പോൾ ഹോളി സ്പിരിറ്റിലും സത്യത്തിൽ ആരാധിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്മോൾ ലെറ്റർ സ്പിരിറ്റ് എസ് എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ നമ്മുടെ മനുഷ്യർക്കുള്ള സ്പിരിറ്റ് അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ സ്പിരിറ്റിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കി, അല്ലെ? സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കളങ്കം എന്താ പറയുക, കളങ്കം എന്നല്ല, ഈ ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് ചെല്ലാത്ത ഒരു സ്ഥലമാണ് സ്പിരിറ്റ്, അല്ലെ? അപ്പൊ അത് ഇന്നമോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഉള്ളിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇന്ന് നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ എന്താ ടാബർനാക്കിൾ എന്ന് പറയുമ്പോൾ, ആലയമാണെന്ന് പറയുമ്പോൾ, ടെമ്പിൾ ആണെന്ന് പറയുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളുടെ വസിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആ ഹോളി ഓഫ് ഹോളീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്, സ്പിരിറ്റ് ആണ്, ഇന്നമോസ്റ്റ് ബീയിങ്. അതിൽ ആത്മാവുമായിട്ടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആത്മാവിലേക്കാണ് ദൈവം സംസാരിക്കുന്നത്, അല്ലെ? ആ ദൈവത്തിന്റെ ലാംഗ്വേജ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നു. ആ ആത്മാവിനോട് സംസാരിക്കുന്നത്, ദൈവം സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷോ മലയാളമോ ഒന്നുമല്ല, നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവിടെ നിന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾക്ക് ഏത് ഭാഷയിലേക്കാണോ നമുക്ക് നമ്മുടെ മനസ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ ഓപ്പറേറ്റ് ചെയ്യുക ആ ഭാഷയിലേക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഭാഷ, ഏത് ഭാഷയിലാണ് നമ്മൾ ജനറലി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയാണ് ഇംഗ്ലീഷിൽ ഭാഷ, അല്ലെ? മലയാളം സംസാരിക്കുന്നവരാണ് മലയാളം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ആത്മാവിലേക്ക് ദൈവം സംസാരിച്ചത് അത് ആത്മാവിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ദൈവമാണല്ലോ സംസാരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, അല്ലെ, നമ്മളുടെ എന്താ പറയാ, നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണല്ലോ എന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാകുന്നത് നമ്മുടെ സ്പിരിറ്റിനാണ്, നമ്മുടെ ആത്മാവിനാണ്. പിന്നെ ആ ആത്മാവ് നമ്മുടെ മനസ്സിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ പ്രാണൻ വഴി മനസ്സിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുവ ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആത്മാവെന്ന് പറയുമ്പം അതില് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം ചെല്ലാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ആത്മാവ്, അല്ലെ? അപ്പോ ദൈവം പറഞ്ഞിരിക്കുമ്പോ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവയോട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജഡത്തിൻ്റെതായിട്ടുള്ള ആരാധനയിൽ നമ്മൾ ആരാധിക്കുന്ന വ്യക്തികളാകരുത് എന്ന ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മുടെ ആത്മാവിന് ദൈവത്തോട് സംസാരിക്കാനാണ് നമുക്ക് അന്യഭാഷ എന്നുള്ളൊരു ഭാഷയും കൂടെ തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൽ, ഇംഗ്ലീഷ്, അല്ലെ വേറെ ഉറുദുവിലോ ഹിന്ദിയിലോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്കറിയാവുന്ന നമ്മളുടെ അറിവനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ലോകത്തിൽ കാണുന്ന അനുസരിച്ച്, നമ്മളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അങ്ങനെയുള്ള പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ, അല്ലെ? നമ്മൾക്ക് അറിയുന്നതനുസരിച്ച് മാത്രമേ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് വർഷിപ്പ് ചെയ്യാനോ പറ്റുള്ളൂ.
ഒന്നാമതൊരു കാര്യം പറയട്ടെ, ആരാധന എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇവിടെ നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത് വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 പാട്ട് പാടുന്നത് കൊണ്ടോ നമ്മൾ വെറുതെ കൈകൊട്ടി സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെ കൈകൊട്ടുന്നത് കൊണ്ടോ 4 അന്യഭാഷ സംസാരിക്കുന്നതുകൊണ്ടോ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെ ദൈവത്തിനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് റോമക്കത്തെ ലേഖനത്തിൽ 12ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തെ തന്നെ, നമ്മുടെ ശരീരത്തെ ഒരു ലിവിങ് സാക്രിഫൈസ് ആയിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക്, അല്ലെ ജീവിക്കുന്ന ബലിയായിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതാണ് ശരിക്കുമുള്ള ആരാധന, റീസണബിൾ ആയിട്ടുള്ള സർവീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മാവ് ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം ഇവിടെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആരാധന, അല്ലെ ജഡത്തിന്റെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നമ്മൾക്ക് അതുമായിട്ട് ഒന്നുമില്ലാതെ നമ്മുടെ കാർണൽ നേച്ചർ, നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള ഒരു മോഹങ്ങളോ ഒരു ആഗ്രഹങ്ങളോ ഒരു ഇൻഫ്ലുവൻസോ ഇല്ലാത്ത ഒരു ആരാധന, അല്ലെ ജഡത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ പോലെ എന്നെ വിശ്വസിക്കുന്നവര് എന്താ പറയുക തന്റെ ക്രോസ് എടുത്തുകൊണ്ട് ഫോളോ ചെയ്യാൻ പറയുമ്പോൾ അവിടെ ജഡത്തിനെ കൊന്നുകളയാതെ ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ ക്രോസിൽ ക്രൂസിഫിക്കേഷൻ നടക്കുന്നത്, അല്ലെ അപ്പൊ അവിടെ എന്താ പറയുക ക്രൂശിൽ തറച്ചു കൊല്ലുക എന്നുള്ള അതിനുവേണ്ടിയല്ല, അതിനെപ്പറ്റിയുള്ള ക്രോസിനെ പറ്റി പറയുന്നത്. അപ്പൊ അവിടെയാകുമ്പോ നമ്മളുടെ ജഡത്തെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട്, അല്ലെ അങ്ങനെയുള്ള വ്യക്തികൾ അവർ ആരാധിക്കുന്നത് ആത്മാവിലാണ്. അങ്ങനെയുള്ള വ്യക്തികൾ അവര് നയിക്കപ്പെടുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡ്നാലാണ്. നമ്മുടെ ജഡത്തെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ കയ്യിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടേതായിട്ട് ഒരു ആഗ്രഹമില്ലാതെ നമ്മളുടേതായിട്ട് ഒരു എന്താ പറയുക ഐഡിയ ഇല്ലാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയനും ഇല്ലാതെ ദൈവം പറയുന്നത് മാത്രം, അല്ലെ അത് കേട്ടുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് മാത്രം ജീവിക്കുന്ന വ്യക്തികൾ, അല്ലെ അപ്പൊ നമുക്ക് തന്നെ അറിയാം. റോമക്കത്തിലേക്ക് 8ാമത്തെ ചാപ്റ്ററിലേക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ജഡവും ആത്മാവും എന്ന് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ്, അല്ല ആത്മാവെന്ന് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഹോളി സ്പിരിറ്റ് ഗോഡും തമ്മിൽ അവര് ഒരുമിച്ച് ജോയിൻ ചെയ്ത് പോകത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിനും ദൈവത്തിന്റെ എതിരാണ് നമ്മുടെ ജഡം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജഡം എത്രത്തോളം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, എത്രത്തോളം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നു, അത്രത്തോളം നമ്മൾ ദൈവത്തിന്റെ അകലത്തിലായിരിക്കും, അല്ലെ അപ്പൊ ജഡത്തിന്റെ മോഹങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചുകൊണ്ട്, അല്ലെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു ജീവിതം, അല്ലെ അവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ സത്യത്തിലായിരിക്കും ആരാധിക്കുന്നത്, അല്ലെ അവിടെ ആരാധിക്കുന്നത് നമ്മുടെ ആത്മാവാണ് ആരാധിക്കുന്നത്, നമ്മുടെ മനസ്സല്ല നമ്മുടെ പ്രാണനല്ല ആരാധിക്കുന്നത്. പക്ഷെ അവിടെ ആരാധിക്കുന്നത് നമ്മുടെ എന്താ പറയാ നമ്മളുടെ ആത്മാവായിരിക്കും ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെ ഒരു ആരാധനയെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ നമ്മുടെ ആത്മാവിന് മാത്രമേ ഉള്ളൂ ശരിക്കും ദൈവത്തെ ആരാധിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ നമ്മുടെ ജഡത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഒരു ആരാധിക്കുമ്പോൾ അത് ശരിക്കുമുള്ള ഒരു ആരാധനയല്ല. നമുക്കറിയാവുന്ന കാര്യം മാത്രമേ നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ആരാധിക്കത്തില്ല, അല്ലെ നമ്മുടെ ജഡത്തിൽ നിന്നുകൊണ്ട് ദൈവം ചെയ്യുന്ന പല കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, അല്ലെ ദൈവത്തിൻ്റെതായിട്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ പലതും നമുക്ക് മനസ്സിലാകണമെന്ന്, പലതും നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യം ആയിരിക്കണമെന്ന്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ അനുവദിച്ചു കൊടുക്കുന്നുള്ള കാര്യം നമ്മളുടെ എന്താ പറയണ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു വളരെ നല്ലവനാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ എന്നിട്ടും കൂടെ നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കും, നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലെ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നത്. പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജഡത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ആത്മാവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡ് ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്ത് തരുമ്പോൾ, വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് ദൈവം പറഞ്ഞ എന്താ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക, എന്താ പറയുക നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും, അല്ലെ അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്താ പറയുക ഹോളി സ്പിരിറ്റ് ഗോഡ് പോൾ വഴി പല ചർച്ചിനും എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വിജ്ഞാനം വേണം. നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പൊ കൊളോഷ്യക്കാരുടെ ലേഖനത്തിലാണെങ്കിലും 1ാമത്തെ ചാപ്റ്റർ 9 തൊട്ടുള്ള വാക്കുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പറഞ്ഞിരിക്കുന്നത് സ്പിരിച്വൽ വിസ്ഡം വേണം, സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, ദൈവത്തിന് പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നടക്കുന്നതിന് വേണ്ടി. കാരണം നമുക്ക് സ്പിരിച്വൽ വിസ്ഡവും
വിജ്ഞാനവും നോളജും ഒന്നും നമുക്കില്ലെങ്കിൽ ദൈവം എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അല്ലാതെ നമ്മൾ നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിക്കും ദൈവത്തെ കാണുന്നതും ദൈവത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് കൊണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ ജഡത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കും. അവിടെ നമ്മുടെ ആരാധന പൂർണ്ണമല്ല, അവിടെ നമുക്ക് ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വർഷിപ്പ് പോലും ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തെ, അല്ലെ, ആ ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്നെല്ലാം വിട്ടിട്ട്, അല്ലെ, അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മള് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ജീവിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന പോലെ ആകുമ്പോ, അല്ലെ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിലാണ് നയിക്കപ്പെടുന്നവരായിരിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡിലാണ് നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളായിരിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോ നമ്മള് എന്താ വേണം, അവിടെ നമ്മൾ ജീവൻ നയിക്കുന്ന ആത്മാവിലാലാണ്, ഹോളി സ്പിരിറ്റ് ഗോഡിനാലാണ്. അപ്പൊ അവിടെ നമ്മൾ ആരാധിക്കുന്ന ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആരാധനയായിരിക്കും, അല്ലെ? അപ്പൊ അത് സത്യത്തിന്റെ ആരാധനയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? നമുക്കറിയാം, ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. സദൃശവാക്യങ്ങളിലേക്ക് പോകുമ്പോൾ 20ാമത്തെ ചാപ്റ്റർ 27ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന്റെ ആത്മാ യഹോവയുടെ ദൈവം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്തു. എന്ന് വെച്ചാൽ ഉദരം എന്ന് പറയുമ്പോൾ വയറിനർത്ഥം, പക്ഷെ അതിനെപ്പറ്റിയല്ല പറയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, അല്ലെ, നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിന്റെ ഉദരത്തെ പറ്റില്ല പറയുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് അത് ദൈവം നോക്കും നമ്മുടെ ആത്മാവ് വഴിയാണ്, അല്ലെ? ദൈവത്തിന്റെ ലാമ്പാണ് നമ്മളുടെ ആത്മാവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കൊരിന്ത്യർക്ക് 1 കൊരിന്ത്യർ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 11ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും. 1 കൊരിന്ത്യന്റെ 2ാമത്തെ ചാപ്റ്റർ 11 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരിലുള്ള അത് അവരിലെ മനുഷ്യാത്മാവിനല്ലാതെ മനുഷ്യരിൽ ആർ അറിയുന്നു, അല്ലെ? നമ്മളെ പറ്റി ഒന്നും അറിയത്തില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ അറിയാവുന്നു. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ പ്രാണൻ കൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ആരാണെന്നുള്ള കാര്യം നമുക്ക് അതേ അറിയത്തില്ല. ദൈവത്തിന് അറിയാം. ദൈവം എങ്ങനെയാ നോക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ആത്മാവ് വഴിയാണ് നോക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ആത്മാവിന് മാത്രമേ നമ്മൾ ശരിക്കുമുള്ള വ്യക്തി ആരെന്ന് അറിയത്തുള്ളൂ. അപ്പൊ നമ്മള് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കുമ്പോ, നമ്മുടെ ജഡത്തിന്റെ മോഹത്തിൽ നമ്മൾ വസിക്കാതിരിക്കുന്ന ഒരു ജീവിതമായിരിക്കുമ്പോ, നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ ആത്മാവിന് എന്താ പറയാ, താല്പര്യമുള്ള രീതിയിലായിരിക്കും, അല്ലെ? അപ്പൊ നമ്മുടെ ആത്മാവ്, അപ്പൊ അത് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ആത്മാവായിരിക്കും. ഇപ്പൊ അങ്ങനെ ഉള്ള വ്യക്തികൾ ആരാധിക്കുമ്പോൾ അവരുടെ ആരാധന എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ആരാധിക്കുന്ന ആരാധനയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ആരാധിക്കുന്ന സത്യത്തിൽ ആരാധിക്കുന്നത്, അല്ലെ? നമുക്കറിയാം, സത്യം ദൈവം പറയുന്നത് മാത്രമാണ് സത്യം, അല്ലെ? ലോകത്തുള്ള കാര്യം, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊന്നും സത്യമായിരിക്കും നിർബന്ധമില്ല, അല്ലെ? സത്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സത്യങ്ങളുണ്ട്, അല്ലെ? നമുക്കറിയാം, പൈലറ്റിന്റെ മുമ്പിൽ യേശുക്രിസ്തു നിൽക്കുമ്പോൾ യേശുവിനോട് നീ ആരെ, എന്താ പറയുക, ജൂതന്മാരുടെ രാജാവാണെന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു അതേന്ന് പറയുന്നു. മറ്റേ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ബാക്കിയുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് യേശു ഒരു ക്രിമിനൽ ആണെന്നാ പറഞ്ഞു, ഒരു തെമ്മാടിയാണെന്നാ പറയുന്നത്. പക്ഷെ യേശു പറഞ്ഞു ഞാൻ ജൂതന്മാരുടെ രാജാവെന്ന് പറഞ്ഞു, എന്റെ രാജ്യം ഇവിടെയല്ല എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ പൈലറ്റിന് ഡൗട്ട്, ഇത് എന്ത് സത്യം, ഏതാണ് സത്യം? അപ്പൊ അതുകൊണ്ടാണ് പീലാത്തോസ് ചോദിക്കുന്നത്, ഏതാണ് സത്യം ഏതാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യം ഒരെണ്ണം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള സത്യം വേറെ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് യേശുക്രിസ്തു എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മുടെ ആത്മാവിലാണ്, നമ്മുടെ ആത്മാവാണ്, നമ്മളുടെ ഇന്നമോസ്റ്റ് ബീങ്ങളുടെ സ്പിരിറ്റ് ആണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അത് ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സത്യമുണ്ട്, അല്ലെ? ദൈവത്തിന്റെ സത്യമാണ്. ആ സത്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തികളാകുന്നത്. അവിടെ നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളില്ല, ജഡത്തിൻ്റെതായിട്ടുള്ള ലസ്റ്റ് ഇല്ല, നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളില്ല, ആവശ്യങ്ങളില്ല. അവിടെ ജഡത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. ദൈവത്തോട് നമ്മൾ ആത്മാവിൽ മാത്രമാണ്. നമ്മുടെ ആത്മാവിന് അറിയാം എന്താണ് സത്യമെന്ന് അറിയാം, അല്ലെ? അപ്പൊ ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ അവിടെ സത്യം എന്താണെന്നുള്ള കാര്യം നമ്മുടെ ആത്മാവിന് അറിയാം. അപ്പൊ അവിടെ അങ്ങനെയാണ് നമ്മൾ ആരാധിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു ആരാധന, ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന ആരാധന, ആ ഒരു ആരാധന ആരാധിക്കുന്ന വ്യക്തികൾ
നമ്മൾ ആയിരിക്കണം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സകലതും വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മളുടെ ജഡത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിച്ചുകൊണ്ട്, അല്ലെ, നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുകയും ഹോളി സ്പിരിറ്റ് ഗോഡിനെ അനുസരിച്ചുകൊണ്ട്, അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ജീവിക്കപ്പെടുന്ന ഒരു ജീവിതം, അല്ലെ, അങ്ങനെ ഒരു ജീവിതം, അങ്ങനെയുള്ള വ്യക്തികൾ ആരാധിക്കുന്ന ആരാധന, അതാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ, അങ്ങനെയുള്ള വ്യക്തികൾ വർഷിപ്പ് ചെയ്യുമ്പോൾ അതാണ് ശരിക്കുമുള്ള വർഷിപ്പ്. അങ്ങനെയുള്ള വർഷിപ്പിനായിട്ട് ദൈവം ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരെ ദൈവം സീക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, അന്വേഷിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എത്ര പേരുണ്ട് ദൈവം അന്വേഷിക്കുന്നു, അല്ലെ, അങ്ങനെയുള്ള ആൾക്കാരെ. അപ്പൊ അന്വേഷിക്കുക എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഇച്ഛിക്കുക എന്ന് പറയുമ്പോ അധികം ആൾക്കാരില്ല ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ എന്നാ ചുരുക്കം, അല്ലെ? എത്ര പേരുണ്ട്? നമ്മൾ വെറുതെ അന്യഭാഷ പറയാനാണെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ കിട്ടും, അല്ലെ? അന്യഭാഷ അറിയാവുന്ന ആൾക്കാരെല്ലാം അന്യഭാഷ സംസാരിക്കുന്നുണ്ട്, അല്ലെ? പലപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പൊ ഒരുപാട് അന്യഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ അല്ല ദൈവം നോക്കുന്നത്. അന്യഭാഷ ഒരു ഭാഷ മാത്രമാണ്, നമ്മുടെ ആത്മാവിന് സംസാരിക്കാനുള്ള ഒരു ഭാഷ മാത്രമാണ്, അല്ലെ? അപ്പൊ ദൈവം നോക്കുന്നത് തന്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളുണ്ടോ? അങ്ങനെ ഒരു ജീവിതം കൊണ്ട്, തന്റെ ജീവിതം കൊണ്ട് ആരാധിക്കുന്ന വ്യക്തികളുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും വലിയ ആരാധന ഈ ലോകത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ, ഏറ്റവും ഈ ലോകത്തിന്റെ അപ്പുറത്ത് എന്താ പറയാ, ഹെവനിൽ നോക്കിയാലും യൂണിവേഴ്സ് മൊത്തം എടുത്തു നോക്കിയാലും ഏറ്റവും വലിയ ആരാധന, ഏറ്റവും മഹത്തരമായിട്ട് ഒരു ആരാധന നടന്നിട്ടുണ്ട്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറി മരിച്ചപ്പോ തന്റെ ജീവനെ കംപ്ലീറ്റ് ആയിട്ട്, തന്റെ ജീവിതം തനിക്ക് വേണ്ട എന്ന് തീരുമാനം എടുത്തുകൊണ്ട് പിതാവിന്റെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു ആരാധന യേശുക്രിസ്തു നടത്തുക, അല്ലെ? മരിച്ച് നമുക്ക് വേണ്ടി മരിക്കുമ്പോ തന്റെ ദൈവത്തോടുള്ള ആരാധന യേശുക്രിസ്തു അവിടെ കാണിച്ചു, അല്ലെ? തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഗെത്സമനെ വെച്ച് യേശുക്രിസ്തു ഈ പ്രാർത്ഥിക്കും, ദൈവമേ, അങ്ങേക്ക് എല്ലാം സാധിക്കുന്ന ദൈവം, അല്ലെ? ഈ കപ്പ് എന്നിൽ നിന്ന് മാറ്റിത്തരാൻ സാധിക്കുമോ? എന്നാലും എന്റെ വില്ലല്ല അങ്ങയുടെ വില്ല് നടക്കട്ടെ എന്ന് പറയുമ്പോ, എന്റെ ഇച്ഛയില്ല അങ്ങയുടെ ഇച്ഛ നടക്കട്ടെ എന്ന് പറയുമ്പോ അത് വലിയൊരു ആരാധനയാ, അല്ലെ? മനുഷ്യന്റെ പാപം മൊത്തം യേശുവിന്റെ തലയ്ക്ക് വരുമ്പോ പിതാവുമായിട്ട് കുറച്ച് സമയത്താണെങ്കിൽ പോലും സെപ്പറേറ്റഡ് ആയി പോകുന്നു വരുമ്പോ ആ ഒരു വിഷമത്തിൽ നിന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ, അല്ലെ? അപ്പോ ഏറ്റവും വലിയ ആരാധന നടന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. ക്രോസ് ഓഫ് കാൽവറിയിൽ മരണമാണ് പിതാവിന് കൊടുത്ത ഏറ്റവും വലിയ ആരാധന, അല്ലെ? അപ്പൊ അതുപോലെ യേശുക്രിസ്തു തന്നെ വേണ്ടെന്ന് വെച്ചിട്ട്, അല്ലെ, ഈ ലോകത്തിലേക്ക്, നമുക്കറിയാം ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവത്തിനോട് ഇത്രമാത്രം അനുസരണ ഉള്ളവനായിട്ട് തന്റെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ ഈക്വൽ ആയിട്ടുള്ള ആള് യേശുക്രിസ്തു. നമുക്കറിയാം യേശുക്രിസ്തു ദൈവം തന്നെയാണ്, അല്ലെ? അപ്പൊ തനിക്കുള്ള ഗ്ലോറി എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ബോൺ സെർവന്റ് ആയിട്ട്, ഒരു സേവന്റ് ആയിട്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നു, അല്ലെ? നമ്മൾക്ക് വേണ്ടി പാപമായിട്ട് തീർന്നു, നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് ഏറ്റവും വലിയ ആരാധന. സത്യത്തിലും ആത്മാവിലുള്ള ആരാധന അതാണ്. അതുപോലത്തെ ഒരു ആരാധന ആരാധിക്കാൻ നമ്മൾ തയ്യാറാണോ എന്നാ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ തന്റെ ജീവിതത്തെ കംപ്ലീറ്റ് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തികൾ, അവർ അന്യഭാഷ പറയുമ്പോ, അവര് പ്രാർത്ഥിക്കുമ്പോ, അവര് ദൈവത്തെ വാഴ്ത്തുമ്പോ, ആ വാഴ്ത്തൽ എന്ന് പറയുന്നത്, ആ ആരാധന എന്ന് പറയുന്നത്, ആ വർഷിപ്പ് എന്ന് പറഞ്ഞത് സത്യത്തിലും ആത്മാവിലും ഉള്ള എന്താ പറയുക ഒരു ആരാധനയാണ്. അങ്ങനെ ഒരു ആരാധന ആരാധിക്കാൻ മനസ്സുള്ള ആൾക്കാരെ, ആരാധിക്കുന്ന ആൾക്കാരെ ദൈവം നോക്കുവാണ് എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമുക്ക് ആർക്ക് വേണമെങ്കിലും അന്യഭാഷ സംസാരിക്കാം. അതിന് പ്രത്യേകിച്ചായിട്ട് എന്താ പറയാ ഡെഡിക്കേഷന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അന്യഭാഷ അതൊരു വരമാണല്ലോ, ഗിഫ്റ്റ്, ഫ്രീ ഗിഫ്റ്റാ. വാ തുറന്നു കഴിഞ്ഞാല് നമുക്ക് അന്യഭാഷ പറയാം. എത്രയോ മോശപ്പെട്ട നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അന്യഭാഷ പറയാൻ പറ്റും, അല്ലെ? അപ്പൊ അന്യഭാഷ പറയുന്നവരാണ് ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ പറയുന്നത് പറയാൻ പറ്റുമോ? അന്യഭാഷ പറഞ്ഞ അതേ വാക്കുണ്ട് അടുത്ത സെക്കൻഡിൽ നമുക്ക് മോശപ്പെട്ട കാര്യം നമ്മൾ അതേ വായിന്ന് സംസാരിക്കാൻ സാധിക്കും. ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു, അല്ലെ? അപ്പം അങ്ങനെ പറഞ്ഞ അന്യഭാഷ കുറച്ച് സംസാരിക്കുന്നുകൊണ്ടാണ് ശരിക്കുമുള്ള ആരാധന എന്ന് ദൈവം അത് സമ്മതിക്കും. അത് അങ്ങനെയുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, ദൈവം സമ്മതിക്കേണ്ട കാര്യം നമുക്ക് തന്നെ അറിയാം, അത് ശരിക്കുള്ള ആരാധന അല്ലെന്നുള്ള കാര്യം. അപ്പം അന്യഭാഷ പറയുന്നതല്ല ആത്മാവിന്റെ സത്യത്തിലുള്ള ആരാധന പറയുന്നത്. നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട്, അല്ലെ, ദൈവമേ അങ്ങ് മാത്രം മതി എനിക്ക് ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആരാധിക്കുന്ന വ്യക്തികൾ, അങ്ങനെ ആരാധിക്കുന്ന വ്യക്തികൾ ഇല്ല എന്ന്, അല്ലെ? അധികമില്ല. അതുകൊണ്ടാണ് ദൈവം അങ്ങനെയുള്ള ആൾക്കാരെ ഇച്ഛിക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരെ ദൈവം എന്താ പറയുക തേടുന്നതിന്റെയും കാര്യം ഇത്. ഒരുപാട് പേരില്ല എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തികൾ നമ്മൾ ആയിരിക്കട്ടെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, സമയത്തിനായിട്ട് നന്ദി പറയുന്നു.
അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറയുന്നു കർത്താവേ. ജീവിതത്തെ മൊത്തം അങ്ങയുടെ കയ്യിലേക്ക് തരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ പോലെ ദൈവമില്ല കർത്താവ് ലോർഡ് ഫാദർ. അങ്ങനെ വാഴ്ത്തുന്നതിനായിട്ടുള്ള ജീവിതമായിക്കട്ടെ ഞങ്ങൾക്ക്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ജഡത്തിന്റെ ഒരു മോഹവും വേണ്ട കർത്താവേ. ഞങ്ങൾ പല പ്രാവശ്യം കർത്താവ് ജഡത്തിന്റെ മോഹത്തിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്ന് ഈ നിമിഷം ഞങ്ങൾ തീരുമാനം എടുക്കുക, ഞങ്ങൾക്കിനി ജഡത്തിന്റെ മോഹം വേണ്ട കർത്താവേ. അതനുസരിച്ച് ഒരു ജീവിതവും വേണ്ട. പക്ഷേ അങ്ങനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം വഴി മതി കർത്താവേ. അതിനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.